ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അതിന് നമ്മൾ ബാക്കിലെ ബ്രേക്ക്, ക്ലച്ച്, എയർ ഫിൽറ്ററൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബാക്കിലെ ബ്രേക്സും കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബ്രേക്കും അതിൻ്റെ ക്യാമൊക്കെ ഒന്ന് വെച്ച് യൂസ് ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ക്ലച്ചിൻ്റെ കംപ്ലൈൻറ്റ്സ് പറഞ്ഞാൽ ക്ലച്ചിൻ്റെ ഈ ഭാഗത്തൊരു ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. അത് ഈ ഷാഫ്റ്റിന് വരുന്ന ഓയിൽ സീലിൻ്റെ കംപ്ലൈൻറ്റ്, ആ സീലൊന്ന് മാറ്റിയിട്ടൊന്ന് ക്ലിയർ ചെയ്യാം. അത് ക്ലച്ചിൻ്റെ ഉള്ളിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. എൻ്റെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റായാലും വേരിയേറ്റർ ബോഡിയായാലും വേറെ പ്രവർത്തനം കാണിക്കുന്നില്ല. ബെൽറ്റായാലും ഇതിലൊരു വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. ബെൽറ്റ് നല്ല ബെൽറ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ നമുക്ക് നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്ററും കുഴപ്പമൊന്നുമില്ല, അത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പ്ലഗ് ആയാലും നല്ല വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ ഇതുപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഒരു സെക്കൻഡ് എയർ ഫിൽറ്റർ പറയും, അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റാനായിട്ട് അതൊന്ന് ഫ്ലാറ്റിൽ പൊടിഞ്ഞു പോകും. അപ്പോൾ ആ ഫിൽറ്ററൊന്ന് മാറ്റിയിടാം. പിന്നെ അതുപോലെ ഈ ചോക്കിൻ്റെ കേബിള് അത്യാവശ്യം ചെറിയ രീതിയിൽ ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും മാറ്റിയിട്ടൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ട്. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ചോക്കിൻ്റെ കേബിളൊന്നും മാറ്റിടാം. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളൊന്നും കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഈ ഷോക്കത്തിൻ്റെ പുഷൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി. ഈ ലിങ്ക് പുഷിൻ്റെ ചെറിയ രണ്ട് കോളറൊന്ന് മാത്രം മാറ്റിയിട്ടാൽ മതി, അതിൻ്റെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടാൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഫ്രണ്ടിൻ്റെ ബോൾസായാലും അതൊരു വേറെ കംപ്ലൈൻറ്റ് ഒന്നും. പിന്നെ അതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് നമ്മൾ. ബാറ്ററി ഒരു കമ്പനി ഡൈനക്സ് കൊണ്ടുള്ള ഒരു കമ്പനിയുടെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.86 വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റ് ലോഡിലേക്ക് ബാറ്ററി ഡാമേജ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ലോഡിലേക്ക് നോക്കുമ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിലവിലൊക്കെ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ അപ്പോൾ ബാറ്ററി മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമുക്കത് മാറ്റാറായിട്ട് എഞ്ചിൻ ഓയിൽ മാറ്റി ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി.